ഹൃദയ സംവാദത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഹൃദയ സംവാദത്തിൽ നമ്മൾ പരിചയപ്പെടുന്നു ഫാദർ റോബർട്ട് അമ്പലത്തിങ്കൽ, ന്യൂയോർക്കിലുള്ള ബ്രൂക്ലിൻ രൂപതയിലെ ഇന്ത്യൻ ലാറ്റിൻ അപ്പസ്തോലേറ്റിന്റെ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്ന ബഹുമാനപ്പെട്ട അമ്പലത്തിങ്കൽ അച്ഛനെ നമുക്ക് പരിചയപ്പെടാം. അച്ഛൻ ഈശ്വരൻ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛന് കേരളത്തിലെ ഏത് രൂപതയിൽ നിന്നാണ് എന്നുള്ള ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ തുടങ്ങാം. ഞാൻ കേരളത്തിലെ വരാപ്പുഴ രൂപതയിൽ പെട്ട അച്ഛനാണ്. വരാപ്പുഴ രൂപത എനിക്ക് തോന്നുന്നു ലാറ്റിൻ സഭയിൽ കേരളത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന ഏതാനും ചില രൂപതകളിൽ പക്ഷേ കൊല്ലം രൂപത കഴിഞ്ഞാൽ ഏറ്റവും പഴക്കമേറിയ രൂപതയാണ് വരാപ്പുഴ രൂപത. അപ്പം വളരെയേറെ ചരിത്രമുറങ്ങുന്ന ഒരു രൂപതയിൽ നിന്നും അച്ഛൻ ഇന്ന് ദൈവവിളിയുടെ വഴിത്താരയിലെ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ സമയത്ത് ഒരു ചോദ്യം, അച്ഛൻ ഈ ദൈവവിളിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം? ചെറുപ്പം മുതലേ എനിക്ക് ഒരു വൈദികനായി തീരാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനെപ്പോഴും വീട്ടിലെ എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും പറഞ്ഞിരുന്നത് ഞാൻ ചെറുപ്പം മുതലേ തന്നെ ഇങ്ങനെ ഒരു അച്ഛനാകാനായിട്ടുള്ള ആഗ്രഹം എപ്പോഴും ഞാനിങ്ങനെ പറയുമായിരുന്നു എന്നായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം ചെറുപ്പം മുതലേ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയായിരുന്നു അച്ഛന്? സാധാരണ എല്ലാവരും ഒരു SSLC കഴിയുമ്പോഴാണ് സാധാരണ സെമിനാരിയിലേക്ക്. അപ്പം അച്ഛൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണോ? എന്തായിരുന്നു ആ സാഹചര്യത്തിൽ? ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ചാണ് സെമിനാരിയിൽ ചേരുവാനായിട്ടുള്ള ആഗ്രഹം ഞാൻ എൻ്റെ അപ്പച്ചനോട് പറയുന്നത്. അന്ന് വരാപ്പുഴ രൂപതയിൽ സെമിനാരിയിൽ ചേരുവാനായിട്ട് അപ്പച്ചൻ എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയുണ്ടായി. പക്ഷേ അന്ന് ഞാൻ തീരെ ചെറുതായതുകൊണ്ട് ബിഷപ്പ് പറഞ്ഞു, അന്നത്തെ കേളന്ത്ര പിതാവായിരുന്നു അന്ന് വരാപ്പുഴ രൂപതയിൽ ഉണ്ടായിരുന്നത്. പിതാവ് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് നിനക്ക് തീരുമാനിക്കാം, ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. വീണ്ടും എപ്പോഴാണ് അച്ഛന് സെമിനാരിയിലേക്കുള്ള ഒരു പ്രവേശനം ലഭിക്കുന്നത്? വീണ്ടും ഞാൻ 10ാം ക്ലാസ് എഴുതി നിൽക്കുന്ന സമയം എൻ്റെ 2 ചേച്ചിമാര് കർമ്മലിത്ത സഭയിൽ എനിക്ക് മുൻപേ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഇൻഫ്ലുവൻസ് പ്രകാരം കർമ്മലിത്ത സഭയിൽപ്പെട്ട ഒരച്ഛൻ എൻ്റെ വീട്ടിൽ വരികയുണ്ടായി. അപ്പൊ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ കർമ്മലിത്ത സഭയിൽ ഒരു ക്യാമ്പിന് പോവുകയും അങ്ങനെ അവിടെ നിന്നായിരുന്നു വീണ്ടും ഞാൻ സെമിനാരിയിൽ കർമ്മലിത്ത സഭയിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത്. പക്ഷെ അച്ഛൻ ഇപ്പോൾ കർമ്മലിത്ത സഭയിൽ നിന്നും ഇടവക സംവിധാനത്തിലേക്ക് അച്ഛൻ പിന്നീട് മാറിയോ? എങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം? അതിനുശേഷം ഞാൻ കർമ്മലിത്ത സഭയിലാണ് ഞാൻ എൻ്റെ ഓർഡിനേഷനൊക്കെ സ്വീകരിച്ചത്. വീണ്ടും ഞാനിപ്പോ ഈ 7 വർഷമായിട്ട് ഇവിടെ ബ്രൂക്ലിൻ രൂപതയിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് കേരളത്തിലെ കുറച്ചു കാലം അച്ഛൻ സേവനം ചെയ്തിരുന്നതോ? അച്ഛൻ്റെ ഓർഡിനേഷന് ശേഷം ഞാൻ 6 വർഷം കേരളത്തിൽ തന്നെയായിരുന്നു. സെമിനാരിയിലായിരുന്നു എൻ്റെ 6 വർഷവും ഞാൻ ചെലവിട്ടത്. ആദ്യത്തെ 3 വർഷം ഞങ്ങളുടെ തിയോളജി സ്റ്റുഡൻസിൻ്റെ മാസ്റ്ററായിട്ടായിരുന്നു. അതിനുശേഷം വീണ്ടും 3 വർഷം നോവിഷ്യറ്റിലെ നോവിസ് മാസ്റ്ററായിട്ടായിരുന്നു ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. തുടർന്ന് അച്ഛൻ പറഞ്ഞു ബ്രൂക്ലിൻ രൂപതയ്ക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. എത്ര കാലമാണ് അച്ഛൻ ഇപ്പോൾ ബ്രൂക്ലിൻ രൂപതയിൽ വർക്ക് ചെയ്യുന്നത്? ബ്രൂക്ലിൻ രൂപതയിൽ ഞാൻ 7 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. അതിനു മുൻപ് 1 വർഷം ഞാൻ സ്പെയിനിലായിരുന്നു. സ്പെയിനിൽ ഒരു സ്പിരിച്വാലിറ്റി കോഴ്സ് ഞാൻ അവിടെ അറ്റൻഡ് ചെയ്യുകയായിരുന്നു. വീണ്ടും സ്പെയിനിൽ നിന്ന് 1 വർഷം, വീണ്ടും 1 വർഷം പോർച്ചുഗലിൽ ഞാൻ സേവനം ചെയ്തു. അവിടെയും സ്റ്റുഡൻസിൻ്റെ രൂപീകരണമായിരുന്നു അവിടെയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അച്ഛനും ബ്രൂക്ലിൻ രൂപതയിൽ വന്ന് സേവനം ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതായത് ഇന്ത്യൻ ലാറ്റിൻ അപ്പസ്തോലേറ്റിന്റെ കോർഡിനേറ്ററായിട്ട് എന്തൊക്കെയാണ് ഈ അപ്പസ്തോലേറ്റിന്റെ പ്രവർത്തനങ്ങൾ? അപ്പോസ്തലേറ്റിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ഇമിഗ്രൻസ് ആയിട്ട് ഇവിടെ വരുന്ന ബ്രൂക്ലിൻ രൂപതയിൽ വരുന്ന എല്ലാ ഇന്ത്യക്കാർക്കും അവരെ സ്വാഗതം ചെയ്യുക, അവർക്ക് നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കൾച്ചറിലും നമ്മുടെ ഇതായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അതൊരു നമ്മുടെ നാട്ടിലെ പോലുള്ള ഒരു ഫീലിങ്സ് അവർക്ക് വരുത്തുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും അവർ ലേഡി ഓഫ് സ്നോസ്, ഫ്ലോറൽ പാർക്കിലുള്ള അവർ ലേഡി ഓഫ് സ്നോസ് എന്ന് പറയുന്ന പള്ളിയിൽ അവിടെയാണ് നമ്മളുടെ ഇന്ത്യൻകാർ കൂടുതലുള്ള, മലയാളികൾ കൂടുതലുള്ള സ്ഥലം. അവിടെ മലയാളത്തിൽ എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും കുർബാന ചെല്ലുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മളുടേതായിട്ടുള്ള നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെടുന്ന ചില പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഓണം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓണം സെലിബ്രേഷൻ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ചില കാര്യങ്ങളുണ്ടല്ലോ, ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ, മദേഴ്സ് ഡേ അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും അതിന് പ്രത്യേകമായിട്ടുള്ള ഊന്നൽ നൽകിക്കൊണ്ട് അമ്മമാർക്ക് വേണ്ടിയിട്ടും ദമ്പതികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അപ്പന്മാർക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രത്യേകമായിട്ട് കുർബാന ചൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതിലൂടെ നമ്മുടെ മലയാളികൾക്ക് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മളിതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള കത്തോലിക്കലിലെ ഭൂരിഭാഗവും അവരുടേതായ റീത്തിന് ദിവ്യബലി അർപ്പിക്കാനും ഒക്കെയുള്ള അവസരം എപ്പോഴും ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ലാറ്റിൻ സഭയിൽ പെട്ടവർക്ക് ഇവിടെ ലാറ്റിൻ സഭ ഇംഗ്ലീഷ് ഭാഷയിലാണെന്നല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ നിലനിന്നിരുന്നത് കൊണ്ട് വർഷങ്ങളായി ലാറ്റിൻ കാത്തലിക്സിന്, കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള മലയാളികളായ ലാറ്റിൻ കാത്തലിക്സിന് അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നു. മലയാളത്തിൽ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും കുടുംബത്തോടൊപ്പം അങ്ങനെ ഒരു സൗകര്യം അനുഭവിക്കുന്ന ഒരു അവസരമില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ബ്രൂക്ലിൻ രൂപതയിൽ ഇങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചത്? അതിൻ്റെ പിന്നിലുള്ള ഒരു ചിന്ത? ബ്രൂക്ലിൻ രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇമിഗ്രന്റ് രൂപതയായിട്ടാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ന്യൂയോർക്കിലെ മിക്കവാറും ഭൂരിഭാഗമുള്ള ആളുകൾ ഇമിഗ്രൻസ് ആയിട്ട്, പ്രവാസികളായിട്ട് വന്നിരിക്കുന്ന വ്യക്തികളാണ്, കുടുംബങ്ങളാണ്. അപ്പോൾ ഈ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വന്തം ഭാഷയിലും അവരുടെ കൾച്ചറും ഒക്കെ, അതോടൊപ്പം തന്നെ അമേരിക്കൻ കൾച്ചറും അവർ തീർച്ചയായിട്ടും അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വേണ്ടിയിട്ടും ഓരോ അപ്പോസലേറ്റ് ബ്രൂക്ലിൻ രൂപത നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ചൈനീസ് അപ്പോസലേറ്റ്, പാകിസ്ഥാനി അപ്പോസലേറ്റ്, ഇറ്റാലിയൻ അപ്പോസലേറ്റ്, ഹിസ്പാനിക് അപ്പോസലേറ്റ്, ബ്രസീലിയൻ അപ്പോസലേറ്റ്, ഇങ്ങനെ ഓരോ ഭാഷയിലുള്ളവർക്കും ഓരോ രാജ്യത്തു നിന്നുള്ളവർക്കും വേണ്ടിയിട്ട് അപ്പോസലേറ്റ് ഇങ്ങനെ അവർ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് നമ്മളുടെ ഇന്ത്യൻ ലാറ്റിൻ അപ്പോസലേറ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ മലയാളത്തിൽ നമ്മുടെ ലത്തീൻ റീതിയിലുള്ള മലയാളം കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ടും നമ്മുടെ കൾച്ചറൊക്കെ പരസ്പരം പങ്കുവയ്ക്കുവാനായിട്ടുള്ള വലിയൊരു വേദിയായിട്ടാണ് ഇതിനെ കാണുന്നത്. അത് മിക്കവാറും എല്ലാവരും തന്നെ വളരെ സന്തോഷപൂർവ്വമാണ് സ്വാഗതം ചെയ്യുന്നത്. അപ്പം മലയാളികളായ ലത്തീൻ കത്തോലിക്കർക്ക് വേണ്ടി ബ്രൂക്ലിൻ രൂപത ഈ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ മലയാളികളല്ലാത്ത ഇന്ത്യയിൽ നിന്നുള്ള മറ്റു ഭാഷക്കാർക്ക് വേണ്ടിയിട്ട്, തമിഴർക്ക് വേണ്ടിയോ തെലുങ്കർക്ക് വേണ്ടിയോ കന്നഡക്കാർക്ക് വേണ്ടിയിട്ടോ ഇങ്ങനെയുള്ള ഏതെങ്കിലും സേവനങ്ങൾ സഭയിൽ നിന്ന് ലഭ്യമാണോ ഈ രൂപതയിൽ? വാസ്തവത്തിൽ ഇത് മലയാളികൾക്ക് വേണ്ടിയിട്ടും മാത്രമുള്ളതല്ല. ഇപ്പോൾ നമ്മൾ മലയാളികൾ കൂടുതലുള്ളത് കൊണ്ട് മലയാളം ലാംഗ്വേജിൽ നമ്മൾ കുർബാന നടത്തുന്നെന്ന് മാത്രം. ഇത് ഇന്ത്യൻ ലാറ്റിൻ അപ്പോസലേറ്റ് എന്നുള്ള പേരിലാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ലത്തീൻകാരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കുർബാന നടത്തുന്നത്. തീർച്ചയായിട്ടും മറ്റു ഭാഷകളിലുള്ളവരിലേക്കും ഇത് എത്തിക്കുവാനായിട്ട്, ഇത് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം തമിഴ് കുർബാനയും മറ്റുമൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള തമിഴിലുള്ള അച്ഛന്മാരിവിടെയുണ്ട്, അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദിയിലും ഈ കുർബാന നടത്തുവാനായിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ഇതുവരെയായിട്ടും അതിൻ്റെ പൂർത്തീകരണത്തിൽ വന്നു കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മലയാളത്തിലുള്ള നമ്മൾ കുർബാന നടത്തുമ്പോഴാണെങ്കിലും ഗോവയിൽ നിന്നും ബോംബെയിൽ നിന്നുമുള്ളവരൊക്കെ ഈ കുർബാനയിൽ സംബന്ധിക്കാറുണ്ട്. അപ്പോൾ അവരുടെ എണ്ണം, ഫാമിലീസ് കൂടുന്നതിനനുസരിച്ച് ഈ മറ്റ് ഭാഷകളിലുള്ള കുർബാനകളും നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഒരു ഭാഷയിലും സംസ്കാരത്തിലുമുള്ള വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ലിറ്റർജിക്കൽ സർവീസ് കൂടാതെ മറ്റെന്തെങ്കിലും സേവനങ്ങൾ ഈ കുടിയേറ്റക്കാർക്ക് വേണ്ടിയിട്ട് രൂപതയ്ക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു ഓഫീസ് തന്നെ രൂപത സ്ഥാപിച്ചിട്ടുണ്ട്. കാത്തലിക് മൈഗ്രേഷൻ ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഇടവകയും ഇതിൽ ബന്ധപ്പെടുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഇമിഗ്രൻസിന് പ്രത്യേകമായിട്ട് അവരുടെ ചിലപ്പോൾ പേപ്പേഴ്സ് ശരിയായിട്ടുള്ള പേപ്പേഴ്സ് ഒന്നുമില്ലാതെ വരുന്നവരായിരിക്കാം, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കാം, പേപ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട്, ഇവിടെ റെസിഡൻസി ഒന്നും ഇല്ലാത്തത് കൊണ്ട്
ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അവരെയൊക്കെ സഹായിക്കുവാനായിട്ടുള്ള സംവിധാനങ്ങളും എല്ലാ വിധത്തിലുള്ള പ്രോഗ്രാംസും ഈ രൂപത ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ ഈ വൈദിക ജീവിതത്തിൽ ഇങ്ങോട്ട് അച്ഛനെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളോ സംഭവങ്ങളോ പ്രസ്ഥാനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വൈദിക ജീവിതത്തിൽ ഒരു വൈദികനാകുവാനായിട്ട് തന്നെ എനിക്ക് പ്രേരണ അല്ലെങ്കിൽ എനിക്ക് നൽകുന്നത് തീർച്ചയായിട്ടും എൻ്റെ മാതാപിതാക്കളാണ്. ചെറുപ്പം മുതലേ തന്നെ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ എൻ്റെ അമ്മച്ചി, ഞങ്ങൾ 8 മക്കളാണ്, എല്ലാവരെയും പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദിവ്യബലിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ രാത്രിയിൽ ജപമാല ചൊല്ലുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ക്രിസ്തീയമായിട്ടുള്ള അടിത്തറ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സ്വാധീനം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പല ജീവിതത്തിലും പല കാര്യങ്ങളിലും, സെമിനാരിയിലുള്ള കാര്യങ്ങളാണെങ്കിലും ഈ എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സ്വാധീനമാണ് മെയിനായിട്ട് എൻ്റെ ജീവിതത്തിലുള്ളത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നത് വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടം മുതലാണ്. പ്രധാനമായി ചെറുപ്പം മുതൽ തന്നെ ഉണ്ട് എങ്കിൽ പോലും സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഒക്കെ ഉണ്ടാകുന്ന എക്സ്പീരിയൻസസ്, മറ്റുള്ള വ്യക്തികൾ അല്ലെങ്കിൽ വായിക്കുന്ന പുസ്തകങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഇതെല്ലാം നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അച്ഛൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു സാമൂഹികപരമായ അല്ലെങ്കിൽ വ്യക്തിപരവും സാമൂഹ്യപരവുമായ ഒരു സ്വാധീനം അത് എങ്ങനെ അച്ഛനെ സഹായിച്ചിട്ടുണ്ട്, നയിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള മറ്റു 2 വ്യക്തികളാണ് എൻ്റെ ചേച്ചിമാർ. കോൺവെന്റിലുള്ള സിസ്റ്റർ സിയന്ന, സിസ്റ്റർ ഡിവോഷ്യ, 2 പേരും കർമ്മലീത്ത സഭയിൽപ്പെട്ട സിസ്റ്റേഴ്സാണ്. എൻ്റെ വൈദിക ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള 2 വ്യക്തികളാണ് അവർ. എന്നെ രൂപീകരിക്കുന്നതിലും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിലും, അതുപോലെ തന്നെ വൈദിക ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വെല്ലുവിളികളെ കുറിച്ചൊക്കെ എന്നെ ബോധ്യപ്പെടുത്തുകയും ഏത് ജീവിതം തിരഞ്ഞെടുക്കണം എന്ന് വരെ എനിക്ക് എൻ്റെ മുൻപിൽ ചോദ്യം ഉന്നയിച്ചിട്ടുള്ള 2 വ്യക്തികളായിരുന്നവർ. ഞാൻ പള്ളിയിൽ പോകുന്നത്, എൻ്റെ നാട് പച്ചാളമാണ്, എറണാകുളത്ത് പച്ചാളം എന്ന് പറയുന്ന സ്ഥലമാണ്. ലൂർദ് ഹോസ്പിറ്റലിന് പച്ചാളത്ത് അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലാണ് ഞാൻ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ചേട്ടനായിരുന്നു അവിടെ കുർബാനയ്ക്ക്, ആ ചെറിയ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ചാപ്പലാണ് അവിടെ കുർബാനയ്ക്ക് കൂടിയിരുന്നത്. അവിടുത്തെ സിസ്റ്റേഴ്സ്, ലൂർദ് ഹോസ്പിറ്റലിലെ ചാരിറ്റി സിസ്റ്റേഴ്സ് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ചേട്ടൻ പ്രായമായി കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് ഞാനാണ് പിന്നീട് കുർബാനയ്ക്കൊക്കെ കൂടിയിരുന്നത്. സിസ്റ്റേഴ്സ് എപ്പോഴും ഈ വിധത്തിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു ഞാനിങ്ങനെ വൈദികനാകുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും എന്നെ ഉപദേശിക്കുകയും അതിനു വേണ്ടിയിട്ട് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർക്കുന്നത്, ഞങ്ങളുടെ പച്ചാളത്തിൻ്റെ അടുത്ത സ്ഥലമാണ് വടുതല ഡോൺ ബോസ്കോ. വടുതലയിലെ ഡോൺ ബോസ്കോക്കാരുടെ സലേഷ്യൻ സഭയിൽപ്പെട്ട അച്ഛന്മാരുടെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ കളിക്കുവാനായിട്ടും മറ്റുമൊക്കെ പോയിരുന്നത് അവിടെയാണ്. അവിടെയുള്ള അച്ഛന്മാരും, പ്രത്യേകിച്ച് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരച്ഛനാണ് ഫാദർ ലൂയിസ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഒരു സ്പിരിച്വാലിറ്റി ഈ ഫാദർ ലൂയിസിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹവും എൻ്റെ ജീവിതത്തിൽ ഒരു വൈദികനായി തീരുമാനമായിട്ടുള്ള ജീവിതത്തിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛന് ഈ ബാല്യത്തില് വൈദികനാകണമെന്നുള്ള ആഗ്രഹം ഉള്ളപ്പോൾ എന്തുകൊണ്ട് വൈദികനാകണമെന്ന് ആ പ്രായത്തിൻ്റെതായ ഒരു ചിന്ത തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ അന്ന് എന്തുകൊണ്ടാണ് അച്ഛന് വൈദികനാകണം എന്നുള്ള ഒരു താല്പര്യം? മറ്റു വൈദികര് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടതിൻ്റെയാണോ, അല്ലെങ്കിൽ ഒരു പുരോഹിതനായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു മോഹമാണോ? എന്തായിരുന്നു അച്ഛനെ നയിച്ചിരുന്നൊരു ചിന്ത?
എങ്ങനെയാണ് ഒരു വൈദികനായിട്ട് തീരണമെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്ന് എനിക്കറിയില്ല. അത് ഓട്ടോമാറ്റിക്കലായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത് തീർച്ചയായിട്ടും മറ്റു വൈദികരെ കാണുമ്പോഴും അവർ ചെയ്യുന്ന കുർബാന ചെല്ലുമ്പോഴാണെങ്കിലും അവരുടെ പ്രസംഗമാണെങ്കിലും അവര് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സലേഷ്യൻ സഭയിലെ അച്ഛന്മാര് യൂത്തുമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതൊരു വളരെ ഇൻസ്പിറേഷൻ ആയിരുന്നു. അതുപോലെ എനിക്കും എന്തുകൊണ്ട് ആയിത്തീരാൻ പാടില്ല, എനിക്കും ഇതുപോലെ ദൈവവചനം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുമല്ലോ, മറ്റുള്ളവരെ ദൈവവുമായിട്ട് അടുപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്ത വഴിയായിട്ടാണ് ആ ഒരു വൈദികനായി തീരുവാനായിട്ടുള്ള ഒരാഗ്രഹം എന്നിൽ കൂടുതൽ ആഴപ്പെട്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ വർഷങ്ങളുടെ വലിയൊരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായിട്ട് വൈദികനാകുകയും ആദ്യത്തെ ദിവ്യബലിയില് കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും കൈകളിൽ ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തായിരുന്നു അച്ഛൻ്റെ ഒരു അനുഭവം? ആദ്യത്തെ ദിവ്യബലി അർപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കൂദാശ വചനങ്ങൾ ഉച്ചരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഹൃദയം എന്തോ ഭയങ്കര വിങ്ങലായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എൻ്റെ കണ്ണുകൾ നിറയുന്നതായിട്ടും എനിക്ക് അനുഭവപ്പെട്ടു. പലപ്പോഴും ഇന്നും ഞാൻ കുർബാന ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആദ്യത്തെ അനുഭവത്തോടുകൂടി തീർച്ചയായിട്ടും കുർബാന ചൊല്ലുവാനായിട്ടും അർപ്പിക്കുവാനായിട്ടും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ളതായിട്ടും കുർബാനയിൽ സംബന്ധിച്ച ചില കുടുംബങ്ങളും അതുപോലെ തന്നെ ചില വ്യക്തികളുമൊക്കെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അച്ഛൻ കുർബാന അർപ്പിക്കുമ്പോൾ അത് ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെല്ലുന്നതായിട്ടും അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആഴമായിട്ട് അനുഭവപ്പെടുന്നതായിട്ടും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സാറ്റിസ്ഫാക്ഷനാണ്. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ നാവുകളിൽ നിന്ന് അത് കേൾക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് തന്നെയാണല്ലോ മറ്റുള്ളവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെല്ലാം മോഹങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള ഒരു സേവനം കൂടുതലായിട്ട് ജനങ്ങൾക്ക്, സഭയ്ക്ക്, ക്രിസ്തുവിന് തന്നെ കാഴ്ചവെക്കണമെന്നുള്ളതാണ് അച്ഛൻ്റെ ഒരു ചിന്ത. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മോഹമായിരുന്നു ഒരു വൈദികനായി തീരുക എന്നുള്ളത്. ആ മോഹത്തിന് അപ്പുറത്തേക്ക് ഇനി വലിയ മോഹങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന അവസ്ഥ വെച്ച് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. വളരെ പ്രത്യേകമായിട്ട് എൻ്റെ വൈദിക ജീവിതത്തിലെ മിനിസ്ട്രി എന്ന് പറയുന്നത് കുർബാന ചൊല്ലുക, വചനം പങ്കുവയ്ക്കുക, കൂദാശകൾ നിർവഹിക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയുവാനായിട്ടുള്ളത് കുമ്പസാരക്കൂടാണ്. കുമ്പസാരക്കൂട്ടിലൂടെ ഒരുപാട് മക്കളെ, കണ്ണീരുമായിട്ട് വന്ന മക്കളെ സന്തോഷത്തോടുകൂടെ പറഞ്ഞു വിടുവാനായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ അതുവഴിയായിട്ട് സോൾവ് ചെയ്യുവാനായിട്ടുമൊക്കെ സാധിച്ചിട്ടുണ്ട്. ഞാനിന്നും എപ്പോഴും കൂടുതലായിട്ട് ഇരിക്കുവാനായിട്ട് സ്ഥലം ഏതാണെന്ന് ചോദിച്ചെന്ന് കഴിഞ്ഞാൽ ഈ കുമ്പസാരക്കൂട് തന്നെയാണ്. അപ്പോൾ ഈ വൈദിക ജീവിതം ഇതുപോലെ തന്നെ തുടർന്നു കൊണ്ടുപോകുവാനായിട്ടും ഇതുപോലെയുള്ള പ്രത്യേകിച്ച് കുമ്പസാരവും കുർബാനയും വചനപ്രഘോഷണവും ഈ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നിർവഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാനായിട്ടാണ് ഞാൻ ഇനിയും തുടർന്ന് ആഗ്രഹിക്കുന്നത്. അച്ഛനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ദൈവജനത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവജനത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ വചനങ്ങളും പ്രാധാന്യം അർഹിക്കുന്നവ തന്നെ, ഒന്നും മാറ്റി നിർത്താൻ പാടുള്ളതല്ല. എങ്കിലും കൂടുതലായ ഒരു ചിന്ത തരുന്നത് അല്ലെങ്കിൽ കൂടുതലായ ഒരു ചിന്തയ്ക്കുള്ള ഉൾവിളി തരുന്നതും അച്ഛൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നയിക്കുന്നതുമായ അല്ലെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ദൈവവചനം പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കണം. തീർച്ചയായിട്ടും അത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യമാണ്. അവിടെ യേശു പറയുന്നത്, നീ മറ്റുള്ളവരിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക. അത് ഏതൊരു മതത്തിൽപ്പെട്ടവർക്കായിരുന്നാലും ഏതൊരു ജാതിയിൽപ്പെട്ടവർക്കായിരുന്നാലും
ഏതൊരു വർണ്ണത്തിലും അല്ലെങ്കിൽ ഭാഷയിൽപ്പെട്ടവർക്കായിരുന്നാലും എവിടെയും സ്വീകാര്യമായിട്ടുള്ളതാണ്. ഈ ഒരു മനോഭാവത്തോടുകൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാനായിട്ടും മറ്റുള്ളവർക്ക് അർഹിക്കുന്നത് കൊടുക്കുവാനായിട്ടും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നത് നമുക്കും ലഭിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ അച്ഛൻ ഇപ്പോൾ അമേരിക്കയിലെത്തിയിട്ട് ഏതാണ്ട് 7 വർഷങ്ങൾ കഴിഞ്ഞു. അച്ഛനും അമേരിക്കയിലെ ഒരു കുടിയേറ്റക്കാരനാണ്. കുടിയേറ്റക്കാർക്ക് വേണ്ടിയിട്ട് അച്ഛൻ ചെയ്യുന്ന എന്തെല്ലാം സേവനങ്ങളുണ്ട് രൂപതയുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്ന് തന്നെ? ഞാൻ നിൽക്കുന്ന പള്ളിയിൽ ഇപ്പോൾ 3 ഭാഷകളിലെ കുർബാന ചെല്ലുന്നുണ്ട്. സ്പാനിഷ് ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ, പോർച്ചുഗീസ് ഭാഷയിൽ. ഈ 3 ലാംഗ്വേജിലും എനിക്ക് കുർബാന ചെല്ലുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സ്പെയിനിൽ 1 വർഷമായതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ പോർച്ചുഗലിൽ 1 വർഷമായിട്ടുണ്ട്. ഈ ഭാഷകൾ പഠിച്ചതുകൊണ്ട് അത് ഇവിടെ പ്രായോഗികമാക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ഇടവകയിലുള്ള അല്ലെങ്കിൽ രൂപതയിലുള്ള പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഞാൻ ഇതിനു മുൻപായിരുന്ന പള്ളിയിൽ ഇറ്റാലിയൻ ലാംഗ്വേജിലും കുർബാന ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ഈ സ്പാനിഷ് ഭാഷ പഠിച്ചത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഷകൾ പഠിക്കാനായിട്ട് കുറച്ച് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഷയിലും കുർബാന ചെല്ലുവാനായിട്ടും അപ്പോൾ പല രാജ്യങ്ങളുമായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുവാനായിട്ടും അവരുടെ കൾച്ചറൊക്കെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു വലിയൊരു അവസരം ഒരു അമേരിക്കയിൽ കുടിയേറിയത് കൊണ്ട് അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ അവസരത്തിൽ എൻ്റെ ചിന്തയിലേക്ക് വരുന്ന അച്ഛനോട് ഒരു നല്ലൊരു ചോദ്യം ചോദിക്കണമെന്ന്. മറ്റൊന്നുമല്ല, അച്ഛൻ്റെ ഓർമ്മയിൽ ഇന്ന് തങ്ങി നിൽക്കുന്ന ജീവിതത്തിലെ ഒരു സംഭവം, രസകരമാവാം അല്ലെങ്കിൽ ഹൃദയസ്പർശിയായ മറ്റേതെങ്കിലും തരത്തിലാവാം, ഒരു നല്ല സംഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനുണ്ടെങ്കിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ 7-ലോ 8-ലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ചനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അന്ന് എൻ്റെ സ്കൂളിൽ നിന്ന് ഒരു എക്സ്കർഷന് പോകുന്നുണ്ടായിരുന്നു, ഭൂതത്താൻ അണക്കെട്ട് കാണുവാനായിട്ട്. എനിക്കൊത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോകുവാനായിട്ട്. പക്ഷേ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു അതിന് വേണ്ടിയിട്ട് എന്നെ ഒന്ന് അനുവദിക്കാമോ, പൈസ തരാമോ? അപ്പച്ചൻ പറഞ്ഞപ്പോൾ 40 രൂപയാണെന്ന് ഞാൻ ഓർക്കുന്നത്. 40 രൂപയാണ് ഈ എക്സ്കർഷന് വേണ്ടിയിട്ട് പോകാനായിട്ട് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പച്ചൻ പറഞ്ഞു അതിന് പൈസ ഇല്ല, ഇനി വേറൊരു അവസരത്തിലാകട്ടെ, അപ്പം നിനക്ക് പോകാമെന്ന് പറഞ്ഞ്. അന്ന് അപ്പച്ചൻ ഈ എറണാകുളത്ത് HP ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നുള്ള കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് അപ്പച്ചൻ റിട്ടയർഡായി. അവിടെ ഒരു ചെറിയൊരു C ക്ലാസ് കട, പെട്ടിക്കട ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി ഇടയ്ക്ക് ഇരിക്കുമായിരുന്നു. അപ്പോൾ പൈസ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെ നിന്ന് കുറച്ച് പൈസ എടുത്ത് ശേഖരിക്കാം. എക്സ്കർഷന് പോകുവാനായിട്ടുള്ള ആഗ്രഹം അമിതമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ആദ്യമായിട്ട് 5 രൂപ അവിടെ നിന്ന് കട്ടെടുത്തു. ആരും അറിയാതെ ഞാൻ എൻ്റെ മുണ്ടിൻ്റെ മടിക്കത്തിൽ അത് മടക്കി വെച്ച് അന്ന് രാത്രി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ മുണ്ടിൽ നിന്നും പൈസ നിലത്ത് വീണ്. അമ്മച്ചിക്കാണ് ആ പൈസ കിട്ടിയത്. അമ്മച്ചിയെ ചോദിച്ചു ആരാണ് പൈസ, ഈ പൈസ എവിടെ നിന്നാണ്? അപ്പം ഞങ്ങൾ മക്കളാരും ഒന്നും മറുപടി പറഞ്ഞില്ല. രാവിലെ തന്നെ പതിവ് പോലെ തന്നെ അമ്മച്ചിയും മക്കളും എല്ലാവരും കൂടി പള്ളിയിലേക്ക് പോയി. പക്ഷെ പള്ളിയിൽ ആയിരുന്നപ്പോൾ എനിക്ക് ഒത്തിരി എൻ്റെ മനസ്സങ്ങോട്ട് വേദനിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീര് വരാനായിട്ട് തുടങ്ങി. എനിക്കിത് എങ്ങനെയെങ്കിലും എൻ്റെ അപ്പച്ചനോട് പറയണം. അന്ന് അപ്പച്ചൻ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പച്ചൻ വീട്ടിലുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ ഓടി വീട്ടിൽ വന്നപ്പോൾ അപ്പച്ചൻ വാതിക്കൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അപ്പച്ചനോട് കാര്യം പറഞ്ഞു. അപ്പച്ചന് പറയുന്ന സമയത്ത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു ഞാനാണ് ആ പൈസ എടുത്തത്. അപ്പച്ചൻ എന്നോടൊന്നും മിണ്ടിയില്ല. അപ്പച്ചൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. അപ്പച്ചൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ധാരയായിട്ട് ഒഴുകാനായിട്ട് തുടങ്ങി. അപ്പച്ചൻ വേറൊന്നും പറഞ്ഞില്ല. അപ്പച്ചൻ എന്നോട് പറഞ്ഞു സാരമില്ല. അതിന് വലിയൊരു രസകരമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നതിന് ശേഷം പിറ്റേ ദിവസം തന്നെ അപ്പച്ചൻ എവിടെ നിന്നോ പൈസ സംഘടിപ്പിച്ച 40 രൂപ എനിക്ക് തന്നിട്ട് പറഞ്ഞു നീ എക്സ്കർഷന് പോയിക്കോ. വാസ്തവത്തിൽ അത് എന്നെ ഇന്നും വളരെയധികം ഇരുത്തി ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബൈബിളിൽ ധൂർത്തപുത്രന്റെ കഥ വായിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ സ്നേഹം, എൻ്റെ അപ്പച്ചൻ്റെ കരുണ, വാത്സല്യം, ക്ഷമ,
അതുപോലെ തന്നെ ധൂർത്തപുത്രനെ പോലെ ഞാൻ അപ്പച്ചൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന ആ രംഗം ഇപ്പോഴും ഞാൻ മറക്കാതെ, അല്ലെങ്കിൽ വേദനയോടുകൂടെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു അനുഭവത്തോടു കൂടിയാണ് ഞാൻ ആ സംഭവം ഇപ്പോഴും ഓർക്കുന്നത്. തീർച്ചയായും ഹൃദയസ്പർശിയായ ഒരു വിവരണമായിരുന്നത്. അത് അച്ഛനെ ഈ തിന്മയിൽ നിന്ന് പോലും നന്മ ഉളവാക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന് പറയുന്നത് ഇപ്പം ഞാൻ അച്ഛനെ പറഞ്ഞപ്പോൾ ഓർക്കുകയായിരുന്നു. ഇതുപോലൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയെങ്കിലും ഇന്ന് അപ്പച്ചൻ്റെ വലിയ സ്നേഹവും ധൂർത്തപുത്രനോട് പിതാവിന് ഉള്ള ആ വലിയ സ്നേഹവും അത് തിരിച്ചറിയാനും പിതാവായ ദൈവത്തിന് ഇന്ന് നമ്മോടുള്ള സ്നേഹമായിട്ട് അതിനെ താരതമ്യപ്പെടുത്താനും അച്ഛന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിലേറ്റവും വലിയ മഹത്വപരമായ കാര്യം. അച്ഛനോട് മറ്റൊരു ചോദ്യം, അത് മറ്റൊന്നുമല്ല, ആധുനിക യുഗത്തിലും മാധ്യമങ്ങളിൽ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നതും കർത്താവിൻ്റെ പ്രകാശം അനേകർക്ക് പ്രദാനം ചെയ്യുന്നതുമായ ഒരു സംഭവം, അതാണ് ശാലോം എന്ന് ചെയ്യുന്നൊരു മിനിസ്ട്രി. ഇതുപോലെ ശാലോം ചെയ്യുന്നത് പോലെ തന്നെ മറ്റനേകം ഭാഷകളിലും ഇതുപോലുള്ള പല മാധ്യമ ശുശ്രൂഷകളും നടക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇത്തരം മാധ്യമങ്ങളുടെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു പ്രസക്തി, അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? കത്തോലിക്ക സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചാനലുകൾ ഇന്നുണ്ട്. അവരെല്ലാവരും ഈ മാധ്യമങ്ങളിലൂടെ ഒരുപാട് തെറ്റുകളിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരുപാട് ചാനൽ പരിപാടികളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു ഘടകമായിട്ട് ശാലോം TV പോലെയുള്ള, അതുപോലെ തന്നെ ശാലോം മാഗസിൻ, ശാലോം ന്യൂസ് പേപ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാനായിട്ടും സ്പിരിച്വലായിട്ട് ദൈവത്തിലേക്ക് അവരെ അടുപ്പിക്കുവാനായിട്ടുമുള്ള ഒരു ഘടകമായിട്ടാണ് ഞാൻ കാണുന്നത്. അച്ഛ ഇത്രയും നേരം വളരെ ഹൃദ്യമായിട്ട് അച്ഛൻ സംസാരിച്ചു. അച്ഛനോടൊരു റിക്വസ്റ്റ്, ശാലോം പ്രേക്ഷകരോട് അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സന്ദേശം. ഇന്ന് കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. വളരെ പ്രത്യേകമായിട്ട് അമേരിക്കയിലുള്ള നമ്മുടെ കുടുംബ ജീവിതം നയിക്കുന്ന എല്ലാ ശാലോം പ്രേക്ഷകരോടും എനിക്ക് പറയുവാനായിട്ടുള്ളത്, കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട്, പരസ്പരം പങ്കുവയ്ക്കുവാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന, ഒരുമിച്ച് പള്ളിയിൽ പോകുന്ന, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഓർക്കാത്ത കാര്യമാണ്. ഈ ഒരു കുടുംബ പ്രാർത്ഥനയും ഒരുമിച്ച് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതും, അതുപോലെ തന്നെ കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷപ്രദപരമായിട്ടുള്ള, സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വ്യാകുലതകളിലും, നിങ്ങളുടെ സങ്കടങ്ങളിലും, നിങ്ങളുടെ രോഗങ്ങളിലുമൊക്കെ ഇത് എപ്പോഴും ദൈവത്തിൻ്റെ തളരും, ദൈവത്തിൻ്റെ സഹായവും ഒക്കെ അനുഭവിക്കുവാനായിട്ടുള്ള ഒരവസരമായിരിക്കും. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പള്ളിയിൽ പോകുക, ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. ഈ ഒരു സന്ദേശമാണ് എനിക്ക് നിങ്ങൾക്ക് നൽകുവാനായിട്ടുള്ളത്. കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ദൈവത്തിൻ്റെ വിളി കേട്ട് പൗരോഹിത്യത്തിൻ്റെ പാതയിലേക്ക് ഇറങ്ങി ഇന്ന് 5 ഭാഷകളിൽ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ പുനരാവിഷ്കരണമായ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് അനേകം കുടിയേറ്റക്കാർക്ക് കർത്താവിനെ പ്രകാശിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ വൈദികൻ നമ്മോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾ നമ്മൾ നന്ദിയോടെ ഓർക്കാം. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദൈവം കൂടുതൽ ശക്തി നൽകട്ടെ എന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും അച്ഛനെ അനുസ്മരിക്കുകയും ചെയ്യാം. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ഈ ധന്യമായ സമയത്തിന് അച്ഛനോട് ഞങ്ങൾ നന്ദി പറയുന്നു. അച്ഛൻ്റെ ഭാവിയിലെ എല്ലാ പ്രവർത്തനത്തിനും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസകൾ നേരുകയും ചെയ്യും. താങ്ക് യു.